ഞാനൊരു ഒറ്റ ചോദ്യം കൂടെ. ഞാൻ ഒരു മുസ്ലിമായി എന്ന് ചോദിക്കാം. ഞാൻ മഹാദുഃഖനാണ്. എന്റെ ഭാര്യനെ ഞാൻ ഇടക്കിടക്ക് പൊട്ടിക്കും, പട്ടാന്നാണ് പൊട്ടിക്കും. അവളെ ഞാൻ ഒരു ദിവസം ഒരു 5-8 പ്രാവശ്യം ഞാൻ ലൈംഗികപരമായിട്ടൊക്കെ അവളായിട്ട് ബന്ധപ്പെടും. അവൾ ഞാൻ കാരണം അവൾ പൊറുതി മുട്ടി. അവൾക്ക് എങ്ങനെ ഇന്നെ വിട്ടു പോകണം, പക്ഷെ അവൾക്ക് മൊയ്യെല്ലാം പറ്റൂല, ഒഴിവാക്കാണ്ട് പറ്റൂല. അങ്ങനെ നിൽക്കണം. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഞാനും മരിച്ചു, ഓളും മരിച്ചു. ഓള് ഈ ഭൂമിയിൽ തന്നെ എന്നെ കൊണ്ട് പൊറുതി മുട്ടിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ സ്വർഗത്തിലെത്തി, ഓളും അവിടെ എത്തി. റാണിമാരെ കൊണ്ട് തന്നെ പണിയാണ് അവിടെ. നീ ആദ്യം സ്വർഗത്തിലെത്തൂലോ, വിചാരിക്കും എത്തൂല. അവിടെ നീ നിന്റെ ഭാര്യയെ ഉപദ്രവിക്കുക. അവിടത്തെ ആദ്യത്തെ വിചാരണ ബ്ലഡുമായിട്ടാണ്. മഹ്ശറിൽ നീ ആദ്യത്തെ വിചാരണ. തലോടിന്റെ പെണ്ണുങ്ങള് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാല് അവർക്ക് എന്താ അവിടെ കിട്ടുക? ഞാൻ ചോദിച്ചോട്ടെ, ഞാനും എന്റെ ഭാര്യ സ്വർഗത്തെ അവിടെ ഭൂമിയിലുള്ള ഭാര്യയെ തന്നെ. ഭൂമിയിലുള്ള അതാണ് ഞാൻ ചോദിക്കുന്നത്. ഭൂമിയിലുള്ള ഭർത്താവിന് തന്നെയല്ലേ ഒക്കെ കിട്ടുള്ളൂ. മഹാദുഷ്ടനായ ഭർത്താവാണെങ്കിൽ ഓരെ തന്നെയല്ലേ കിട്ടുള്ളൂ, അല്ലെ വേറെ ആളെ കിട്ടുമോ? തലോടി ഒന്ന് ആലോചിച്ചോക്ക്. 21 അല്ല 62 ഹൂറന്മാര് കണ്ട് സ്വന്തം ഭാര്യനെ പീഡിപ്പിക്കണ രംഗം ആലോചിച്ച് നോക്കിയ. എനിക്ക് വയ്യ പോലെ സീനന്നെ അയക്കില്ലേ. എമ്മാരി സ്വർഗം. ഞാൻ ഈ ഓരോരുത്തരും കൂടി കേറ്റ. ഏതായാലും ഞാൻ പോയിന്ന് എനിക്ക് വേറൊരു എമർജൻസി മീറ്റിംഗിനെ വിളിച്ചത്. തലോടിന്റെ ഭാര്യ നല്ല ഇത് പ്രകാരം ജീവിച്ച് സ്വർഗത്തിലെത്തി എന്ന് വിചാരിക്കുക. സ്വർഗത്തിലെത്തി. തലോടിനെക്കാട്ടി സുന്ദരനായിട്ടുള്ള ഒരാളെ കിട്ടൂലല്ലോ. തലോടി എത്ര ക്രിമിനൽ ആയാലും തലോടിനെ തന്നെയല്ലേ ഒക്കെ കിട്ടുള്ളൂ. അതിന് ഞാൻ സ്വർഗത്തിലെത്തണ്ട ഭായി ആദ്യം. ഞാനത് സ്വർഗത്തിലെത്തും. ഞാൻ ക്രിമിനൽ ആണെങ്കിൽ സ്വർഗത്തിലെത്തിയാലേ സ്വർഗം കിട്ടുള്ളൂ. ആര് പറഞ്ഞു? തലോടി സ്വർഗത്തിലെത്തിയില്ല. ഞാൻ ചോദിക്കാം, തലോടി സ്വർഗത്തിലെത്തിയില്ല, തലോടിന്റെ ഭാര്യ സ്വർഗത്തിലെത്തുകയും ചെയ്തു. അപ്പൊ ഓക്ക് എന്താ അവിടെ ഓഫർ? പക്ഷെ അവിടെ ഇൻഡിവിജ്വൽ ആ വ്യക്തിക്ക് എന്താണോ ദൈവം കൊടുക്കുന്നത് വെച്ചാൽ എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഞാൻ നരകത്തിൽ കിടക്കുക, എന്നെ ശാശ്വതമായി നരകത്തിൽ ഇട്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഈ മദ്യപ്പോയ ഹൂറി എന്ന് പറഞ്ഞത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അതാണ് പ്രശ്നം. ഇവിടെ എന്താണ് അതാണ് പ്രശ്നം. നിങ്ങൾ ആത്യന്തികമായിട്ട് ഈ വിഷയത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് പൂശാൻ കിട്ടാൻ ഉണ്ടാക്കി വെച്ച സാധനമാണ് ഹൂറി എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതാണ് നിങ്ങളെ പരിചാരകരായിട്ടുള്ള ആളുകളെ നിങ്ങളെ കണക്കാക്കുന്നത് നിങ്ങൾക്ക് അവിടെ പൂശാൻ കിട്ടുമെന്ന് വിചാരിച്ചാൽ നിൽക്കുന്നത്. അതാണ് നിങ്ങളെ പ്രശ്നം. നിങ്ങൾ ഈ അപ്സരസുകളെ കിട്ടുന്ന ഇപ്പൊ ഈ ഭഗവത്ഗീത നിങ്ങളെ ചിന്താഗതി ആ രീതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ഹിന്ദു യുദ്ധത്തിൽ ധർമ്മയുദ്ധത്തിൽ പങ്കെടുത്ത് കൊല്ലപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ 1000 അപ്സരസുകളെ കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ അവന് പൂശാൻ 1000 ഹിന്ദുക്കൾ സ്ഥിരം സ്വർഗമില്ല, സ്ഥിരം നരകമില്ല. അതെന്താ പ്രശ്നം അറിയോ? ഇത് നീരാണ്. അല്ല, ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേറെ രീതി സെക്സ് ആയിട്ട് നിങ്ങൾ ഇതിനെ കാണുന്നത്. ഇപ്പൊ അവിടെ മദ്യപ്പോയുണ്ടെന്ന് പറയുന്നത്, തേടിന്റെ പാലിന്റെ പോയുണ്ടെന്ന് പറയുന്നത്. ഇത് ഒരു സ്വർഗം എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു ലോകമാണ് നമ്മൾ. ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും യുക്തിപരമായിട്ട് എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ നാസർബായിക്ക് പറയാം. അല്ല, എനിക്ക് അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ പറയാം, സംസാരിക്കാം. പറഞ്ഞ നാസർബായി പറഞ്ഞോ? ഞാൻ എനിക്കറിയുന്ന കാര്യമാണ് പറഞ്ഞത്. കേൾക്കുന്നുണ്ട്, പറയും. ഓക്കെ. അല്ല, സുപ്രഭാത് പറഞ്ഞതിൽ യാതൊരു യുക്തിപരമായിട്ടാണ് സുപ്രഭാത് സംസാരിച്ചത്. സുപ്രഭാത് സംസാരിച്ചല്ല, യുക്തിപരമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. തലോടിയാണ് ഇമാജിനിൽ നിന്ന് സംസാരിക്കുന്നത്, ഭാവനയുടെ ലോകത്ത് നിന്ന് സംസാരിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നാസർബായിനോട് ചോദിക്കാം. നാസർബായി എന്റെ ഉത്തരക്ക് ക്ലിയർ ആയി തന്നെ, തലോടിക്ക് വലിയ പിടുത്തല്ല തോന്നുന്നു. ഞാൻ ചോദിക്കുന്നത്, എന്റെ ഭാര്യനെ ഞാൻ നിരന്തരമായി അടിക്കുകയും പീഡിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. ഞാൻ സ്വർഗത്തിൽ പോവുകയും ചെയ്തു. ഭാര്യനെ അടിക്കാന്ന് കിതാബിലുണ്ടല്ലോ. അങ്ങനെ ഞാൻ സ്വർഗത്തിൽ പോയി.
അവള് സ്വർഗത്തിലെത്തി. അവക്ക് ഓഫർ എന്താണ്? എനിക്ക് ഈ ഹൂറിമാനെ എനിക്ക് കൊണ്ടുപോയി തല്ലല്ലേ അവളെ പണി, അല്ലാതെ അവക്ക് വേറെ എന്താ കിട്ടുക? എന്റെ ചോദ്യമാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അതൊക്കെ ചുമ്മാ നമ്മുടെ ഈ ഈ ഇത്തരം ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇത് ഈ കഥകളിൽ കിടക്കുന്ന ചോദ്യങ്ങൾ. ഇപ്പൊ സുപ്രഭാത് ചോദിച്ചത് ഇസ്ലാമിക രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇസ്ലാമിന്റെ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാല് സ്വർഗത്തിൽ അതായത് നമ്മൾ എന്തുദ്ദേശിക്കുന്നുവോ അത് കിട്ടുമെന്നാണ്. അങ്ങനെ പിന്നെ ഖുർആനിൽ ഇല്ല കേട്ടോ. ഇപ്പൊ തലോടി പറഞ്ഞത് സ്വർഗത്തിൽ എന്ത് ചെന്നാലും നിങ്ങൾക്ക് എന്തുദ്ദേശിക്കുന്നു നിങ്ങൾ ആവശ്യപ്പെടുന്നു, അങ്ങനെ ഖുർആനില്ല. അതൊക്കെ ഹദീസ് പരമായ കാര്യങ്ങൾ, സീറാപരമായ കാര്യങ്ങൾ, അതൊക്കെ എടുത്താണ് ഈ നമ്മുടെ ഈ മൗലിയാക്കന്മാർ വളർന്നത്. സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് എന്തും കിട്ടും. ഹദീസിലുണ്ട്, ഹദീസിലും സീറയിലൊക്കെ പറയുന്നുണ്ട്. ഹദീസ് ഇവർക്ക് തള്ളിക്കളയാൻ പറ്റിയല്ല, പക്ഷെ ഒന്നാമതാണ് ഖുർആൻ. പിന്നെ ഈ സ്വർഗത്തിൽ നമുക്ക് പിന്നെ ഈ ചെന്നേച്ചാൽ നിങ്ങളിപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തും കിട്ടും എന്ന് ഹദീസിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്യം ഞാൻ എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞത്, സുപ്രഭാത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സുപ്രഭാതിന്റെ ഭാര്യ എന്തുമാത്രം തല്ലു കൊടുത്താലും സുപ്രഭാത് അള്ളാഹയോട് പറയാണ്, എനിക്ക് ഈ ഭാര്യയെ തല്ലണം, അവൾ വേദനിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടണം, എനിക്കത് കണ്ടു ജീവിക്കണം, അതിനാണ് എന്റെ സ്വർഗത്തിൽ വന്നത്, സ്വർഗത്തിൽ എനിക്ക് എന്തും കിട്ടുള്ളൂ. അപ്പൊ അള്ളാഹ് അനുവദിച്ചു തന്നേ പറ്റുള്ളൂ. ആ ഭാര്യ അവിടെ ഇടി കൊണ്ടുകൊണ്ടിരിക്കേണ്ടി തന്നെ വരും. പിന്നെ തിരിച്ചാ ഭാര്യ ഭർത്താവിനെ അടിക്കാൻ ചോദിച്ചാൽ കൊടുക്കൂല, അവസരം കൊടുക്കൂലേ? അഭിനയിക്കുന്നതല്ലേ, പ്രശ്നമല്ല. ഞാൻ പറയട്ടെ ഞാൻ അങ്ങോട്ട് വരികയാണ്. അപ്പൊ ചാടി തലോടി ഞാൻ തലോടിയെ പോലെ മദ്രസ പൊട്ടനല്ല, ആദ്യം മനസ്സിലാക്കി. സംസാരിക്കുമ്പോഴേക്കറിയാ ഒന്നും പറ്റിയല്ല, ഒന്നില്ല സംസാരിക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അത് തന്നെ. പുള്ളി ഓടിയെന്ന് വന്നു. ഇനിയിപ്പോ ഉള്ള കാര്യം പറയാം. അതായത് അന്നേരം ഈ ഭാര്യ പറയുകയാണ്, സുപ്രഭാതിനെ എനിക്ക് ഇടിക്കണം, ഞാൻ ഒരുപാട് ഇടി കൊണ്ടയാളാണ്, ഞാൻ ഭൂമിയിൽ കിടന്ന് ഒരുപാട് ഇടി കൊണ്ടയാളാണ്, എനിക്ക് സുപ്രഭാതിനെ ഇടിക്കണം. അപ്പൊ അള്ളാഹ് സുപ്രഭാതിനെ ഇടിക്കാൻ അനുവദിച്ചു കൊടുക്കണം. കാരണം ഈ പിന്നെ ഉദ്ദേശിക്കുന്നതെല്ലാം കിട്ടണ്ടേ, ഉദ്ദേശിക്കുന്നതെല്ലാം കൊടുക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുപ്രഭാതിനെ ഇടിക്കാൻ സുപ്രഭാതം കുനിഞ്ഞു കൊടുക്കണം. അപ്പൊ അവിടെ അള്ളാടെ പണി എന്താണ്? അള്ളാടെ പണി എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ സുപ്രഭാതിനെ കൊണ്ട് ഭാര്യയെ ഇടിപ്പിക്കുക, അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഭാര്യയെ കൊണ്ട് സുപ്രഭാതിനെ ഇടിപ്പിക്കുക. ഇത് തന്നെയായിരിക്കും അള്ളാടെ പണി. അതാ ഞാൻ പറഞ്ഞ യുക്തിഭദ്രമായ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ഈ തലോടിയെപ്പോലുള്ള മദ്രസ പൊട്ടന്മാർക്ക് ഈ യുക്തിരഹിതമായ കാര്യങ്ങളെ മറുപടി പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ നേരത്തെ സുപ്രഭാത് ചോദിച്ചു, തലോടിയുടെ ഭാര്യയെ എനിക്ക് അവിടെ കിട്ടുമോ? തലോടിയുടെ ഭാര്യ കൊടുത്തല്ലേ പറ്റുള്ളൂ. കാരണം സ്വർഗത്തിൽ നിങ്ങൾ എന്തുദ്ദേശിക്കുന്നു അങ്ങനെ കിട്ടുമെന്നാണ് മൊയ്ലിയാക്കന്മാരൊക്കെ പറയുന്നത്. മൊയ്ലിയ തലേ കിട്ടും മൊയ്ലിമാരുടെ ഇഷ്ടംപോലെ വീടുകൾ നിങ്ങളെ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുദ്ദേശിക്കുന്നു പറയണോന്നല്ല പറയുന്നത്. അള്ളയോട് പറയണോന്ന് പറയുന്നില്ല, കല്ലം അള്ളാഹു എന്ന് പറയുന്നില്ല. നിങ്ങൾ എന്തുദ്ദേശിക്കുദ്ദീൻ എന്നാ പറയുന്നത്, ഇഷാഇനി എന്നാ പറയുന്നത്. അതായത് നിങ്ങൾ എന്തുദ്ദേശിക്കുന്നുവോ ഉദ്ദേശിക്കുന്നത് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉദ്ദേശിച്ചാൽ മാത്രം ഉദ്ദേശിക്കുന്നതേ കിട്ടുകയാണ്. ഇപ്പൊ ഞാൻ അവിടെ ചെന്നേച്ച് എന്റെ മനസ്സിൽ ഉദ്ദേശിക്കുകയാണ്, എനിക്ക് പിന്നെ ഈ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ഒരാളുടെ ഇരിക്കുന്നവരിൽ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഭാര്യ ഞാൻ നോക്കും. ഇവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും സുന്ദരിയായ ഭാര്യ ആരുടെയാണ്? അപ്പൊ ഞാൻ പറയുകയാണ്, ഇന്നയാളുടെ ഭാര്യയെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ ഭാര്യയെ എനിക്ക് തരണം അല്ലാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചാൽ മതി, പറയണ്ട, അപ്പൊ തന്നെ എനിക്ക് കൊണ്ടുവന്ന് തരികയാണ്. അപ്പൊ തന്നെ എന്റെ മുമ്പിൽ ആ ഭാര്യ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ഇയാൾ ഉദ്ദേശിക്കുക എന്റെ ഭാര്യനെ അങ്ങോട്ട് പോകുന്ന ഭാര്യനെ അങ്ങോട്ടും പോകും. അതായത് ഈ എന്തോ ഒരു വൈഫ് സ്വാപ്പിംഗ് എന്നെങ്ങാണ്ട് പറയല്ലേ, ആ പരിപാടി അന്നേരം ഇവിടെ നടക്കുക. അവിടെ ഇത് തന്നെയല്ലേ ഒരാളുടെ മാതാവിനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുത്തല്ലേ പറ്റുള്ളൂ. കാരണം ഉദ്ദേശിക്കുന്ന എന്തും കിട്ടും. അവിടെ ചെന്നേച്ച് ഇപ്പൊ ഞാൻ സ്വർഗത്തിൽ ചെന്ന് ഉദ്ദേശിക്കുകയാണ്, ഞാൻ അവിടെ ചെല്ലുമ്പോ പറയാണ് എനിക്ക് മുഹമ്മദിന്റെ ഭാര്യ ആയിഷയെ വേണം, എനിക്ക് മുഹമ്മദിന്റെ ഭാര്യ ആയിഷയെ വേണം എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൊണ്ടുവന്ന് മുഹമ്മദിന്റെ മുറിയിൽ നിന്ന് ആയിഷയെ പിടിച്ച് എന്റെ മുറിയിൽ കൊണ്ട് ഇട്ട് തരുമോ? ഇനി അല്ല പറയാ എനിക്ക് മുഹമ്മദിന്റെ ഭാര്യ ഖദീജയെ വേണമെന്ന് പറഞ്ഞാൽ അള്ളാഹ് മുഹമ്മദിന്റെ ഖദീജയെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് ഇട്ട് തരുമോ? ഇനിയിപ്പോ ഞാൻ അവിടെ ചെന്നേച്ച് ഉദ്ദേശിക്കുന്ന എന്തും കിട്ടും എന്നാണ് പറയുന്നത് മൊയ്ലിയാക്കന്മാർ. അപ്പൊ ആ മൊയ്ലിയാക്കന്മാരോട് പറയുകയാണ്, ഞാൻ അവിടെ ചെന്നേച്ച് ഞാൻ പറയും, എനിക്ക് മുഹമ്മദിന്റെ ഈ പരിപാടികൾ, മുഹമ്മദിന്റെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഉഡായിപ്പുകളും മുഹമ്മദ് കാണിച്ച പോക്കൃത്തരങ്ങളും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് നാട്ടിൽ വെച്ച് മുഹമ്മദിനെ കിട്ടിയാലോടം പൊട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി, എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് അതുകൊണ്ട് മുഹമ്മദിനെ 4 പൊട്ടിക്കണം. അല്ലാഹുവേ, നീ എന്റെ മുഹമ്മദിനെ കൊണ്ട് എന്റെ മുമ്പിൽ വെച്ചുവാ, എനിക്ക് 4 ഞാൻ മുഹമ്മദിനെ പൊട്ടിക്കട്ടെ എന്ന് ഞാൻ അവിടെ പറഞ്ഞാൽ ഈ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂതനെ തല്ലു കൊടുക്കാനായിട്ട് എന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുവോ? ഞാൻ യുക്തിപരമായിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ ഇതിന് നമ്മൾ യുക്തിപരമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഈ തലോടിയെപ്പോലുള്ള ഒരു മദ്രസപ്പെട്ടന് യുക്തിരഹിതമായ മറുപടി പറയാൻ പറ്റുള്ളൂ.
നേരത്തെ യുക്തിഭദ്രമായ സുപ്രഭാതം ചോദിച്ചപ്പം മദ്രസപ്പട്ടം പറഞ്ഞ മറുപടി എന്താണ്? നിനക്ക് അവിടെ ഇതിലും നല്ല ഭാര്യയെ കിട്ടുമ്പോ നീ എന്റെ ഭാര്യയെ ആലോചിക്കുകയല്ലോ. കാരണം അവന്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോ തന്നെ അവൻ സുപ്രഭാതം ഞാൻ പറയട്ടെ അതായത് സംശയം, ഈ രണ്ടുപേരും ഒരേ ടൈമിൽ ഒരാൾ ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യും? രണ്ടുപേർക്ക് ഒരേ ടൈമിൽ അതിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട് കൂട്ടിരിക്കുക. അതിലൊക്കെ ഞാൻ വരുവാണ്. ഞാൻ ഓരോന്ന് പറഞ്ഞല്ലേ വരാൻ പറ്റുമോ? 1ാം ക്ലാസ്സിൽ നിന്നല്ല 2ലേക്ക് കയറാൻ പറ്റും, 2ൽ നിന്ന് 3, അങ്ങനെയല്ല 1ൽ നിന്ന് നേരെ BA യിലേക്ക് ചാടി കയറാൻ പറ്റിയല്ലോ. ഒന്ന് ക്ഷമിക്കേ. അതായത് പിന്നെ അപ്പൊ അവിടെ ഈ തലോടിക്ക് കൊണ്ടു. അതായത് എന്റെ ഭാര്യനെ പറഞ്ഞു, അവന് തലോടിക്ക് അപ്പൊ തന്നെ മനസ്സിലൊന്നും നൊന്തു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം അവിടെ പറയാനും പറ്റിയ, ഇപ്പൊ സുപ്രഭാതിന് തെരുവ് പറയാനും പറ്റിയല്ല. ഇപ്പൊ സുപ്രഭാതി ഈ സംവാദത്തില്ലെങ്കിൽ സുപ്രഭാതിന് തെരുവ് പറയും തലോടി. പക്ഷെ ഇപ്പൊ തെരുവ് പറയാനും പറ്റിയല്ലോ. ഇവിടെ സ്വർഗത്തെ പറ്റി ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളല്ലേ ചോദിക്കുന്നത്, മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, നിനക്ക് അതിലും നല്ല ഭാര്യയെ പെണ്ണിനെ അവിടെ തരുമ്പോ നീ എന്റെ ഭാര്യയെ ചിന്തിക്കുക പോലും ഇല്ല എന്ന് പറയുന്നത്. മനസ്സിലായ? കാരണം അത് ഒരു മദ്രസപ്പൊട്ടന്റെ യുക്തിരഹിതമായ മറുപടിയാണ്. നമ്മൾ അതാണ് യുക്തിവാദികളെല്ലാം യുക്തിഭദ്രമായ കാര്യങ്ങളെ ചോദിക്കുള്ളൂ. യുക്തിക്ക് നമ്മുടെ യുക്തി നമ്മളെ എങ്ങനെയാണ് ഉദ്ബോധിപ്പിക്കുക? അതായത് യുക്തിഭദ്രമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മതവിശ്വാസികൾക്ക് യുക്തിരഹിതമായ മറുപടി പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ കുട്ടി ഇപ്പൊ ചോദിച്ചു, ഇപ്പൊ രണ്ടുപേരും ഒരേ നിമിഷം ആലോചിക്കുകയാണ്, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവരെ ഡബിൾ ആക്കും. ഇപ്പൊ നമ്മൾ യുക്തിഭദ്രമായ കാര്യം ചോദിച്ചു, ഒരേ സമയത്ത് രണ്ടുപേരും ഒരേ സമയത്ത് ആലോചിക്കുന്നു, രണ്ടുപേരുടെ ഭാര്യമാരെ കിട്ടുന്നു, ഒരേ സമയത്ത് ആലോചിക്കും, അപ്പൊ നടക്കുകയല്ലോ. അപ്പൊ ഒരു മതപൊട്ടനോ ഇപ്പോഴത്തെ ഒരു മദ്രസപ്പൊട്ടനോടാ ചോദിക്കുന്നെങ്കിൽ അയാൾ എന്ത് പറയുന്നു? അപ്പൊ അള്ളാഹ് അതിനുള്ള എല്ലാത്തിനും കഴിവുണ്ട്. നിന്റെ ഭാര്യ എന്നെ ഡബിൾ ആക്കും, നിന്റെ ഭാര്യനെ 2ആയിട്ട് അവിടെ സൃഷ്ടിക്കും. എന്നിട്ട് ഒരു ഭാര്യയെ മറ്റവനും കൊടുക്കും, മറ്റേ ഭാര്യനെ അങ്ങോട്ടും കൊടുക്കും. ഓക്കെ ആയില്ലേ? 2ആക്കി കഴിയുമ്പോൾ ഓക്കെ ആയല്ലോ. ഒരേ സമയത്ത് ഡബിൾ റോൾ നമ്മൾ കാണാറില്ലേ? നമ്മൾ സിനിമയിൽ ഡബിൾ റോൾ കാണാറില്ലേ? മമ്മൂട്ടി ഇടിക്കുന്ന കാണാം, മോഹൻലാലും ഇടിക്കുന്ന കാണാം, കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഡബിൾ ആക്കും. ഒന്നാക്ക് കഴിയാത്തൊന്നുമില്ലല്ലോ. അങ്ങനെയായിരിക്കും ഒരു മതപൊട്ടന്റെ മറുപടി. മനസ്സിലായോ? ഇതാണ് നമുക്ക് ഈ ഒരിക്കലും യുക്തിഭദ്രമായ കാര്യങ്ങൾ ഒരു മതപൊട്ടനോട് ചോദിക്കരുത്. ഇപ്പൊ ഇവിടെ ഈ തലോടിയുമായിട്ട് നടത്തിയ സംവാദം തന്നെ വെറും വിഡിത്തമാണ്. കാരണം അയാൾ ഒരു മതപൊട്ടനാണ്, ഒരു മദ്രസപ്പൊട്ടനാണ്. അയാൾക്ക് അത്തരം സംവാദമൊന്നല്ല, ഒരു നേരം പോക്ക് വേണ്ടി നടത്തിയത്. അപ്പൊ അതൊക്കെ ചുമ്മാ നമ്മുടെ ഈ സമയം വേസ്റ്റ് ആക്കാവുന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. ഞാനതാണ് ഈ മതപൊട്ടന്മാരുമായിട്ട്, അതായത് ഇവന്മാര് വെല്ലുവിളിക്കുമ്പോൾ മാത്രമാണ് ഞാൻ കയറിപ്പോന്ന്. പണ്ട് തന്നെ ഒരാൾ ഒരു സാമ്പത്തിക സംവാദത്തിന് വെല്ലുവിളിച്ചു. സുപ്രഭാതം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബൈക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആ റൂമില്. ഒരു സാമ്പത്തിക സംവാദത്തിന് ഒരു വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെന്നും പറഞ്ഞൊരു ഇസ്ലാമിക പണ്ഡിതൻ വന്ന എന്നെ വെല്ലുവിളിച്ചു. ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിന് ധൈര്യമുണ്ടോ? നിങ്ങൾ സാമ്പത്തിക ശാസ്ത്രം ഇസ്ലാമിന്റെ സക്കാത്തിനെ കവച്ചു വെക്കാൻ ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു സംവാദം നടത്തിയേക്കാം. അങ്ങനെ ഒരു സംവാദം നടത്തി. ആ സംവാദത്തിൽ ബൈക്ക് ആയിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നു, മോഡറേറ്റർ, എനിക്ക് ഓർക്കുന്നില്ല. അങ്ങനെ ഒരു സംവാദം നടത്തി, അത് യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു, സാമ്പത്തിക സംവാദം. അയാൾക്ക് ഞാൻ ചോദിച്ച ഒരൊറ്റ കാര്യത്തിന് പോലും യഥാപിതമായിട്ട് മറുപടി പറയാൻ പറ്റില്ല. കാരണം അയാൾ സക്കാത്തിനെ വലിയ ഇതാക്കി പറഞ്ഞു, ഞങ്ങൾ 2.5% സക്കാത്ത് കൊടുക്കുന്നു, ഞങ്ങൾ 100 രൂപയുണ്ടെങ്കിൽ ഞങ്ങളുടെ 2.5 രൂപ അത് സക്കാത്താണ്, 25,000 രൂപയുണ്ടെങ്കിൽ 250 രൂപ സക്കാത്താണ്, 2.5 ലക്ഷം ഉണ്ടെങ്കിൽ 2,500 സക്കാത്താണ്, 25 ലക്ഷം ഉണ്ടെങ്കിൽ 2.5 ലക്ഷം സക്കാത്താണ്, 2 കോടി ഉണ്ടെങ്കിൽ 2.25 ലക്ഷം സക്കാത്താണ്. ഇന്നൊക്കെ ഇങ്ങോട്ട് വിളമ്പി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് ഓക്കെ, നിങ്ങളുടെ ഇസ്ലാമിക സമ്പാദത്തിലൂടെ സക്കാത്ത് നിങ്ങൾ 100-ന് 2.5 വെച്ച് കൊടുക്കുന്നു. ഞങ്ങൾ കൊടുക്കുന്ന നികുതിയെ പറ്റി ഞാൻ ചോദിച്ചു. ഒരു തീപ്പെട്ടി നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. ഒരു കിലോ അരി മേടിക്കുമ്പോൾ നമ്മൾ അതിന് നികുതി കൊടുക്കുന്നുണ്ട്. 1 കിലോ പഞ്ചസാര മേടിക്കുമ്പോൾ നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടുന്ന അടിവസ്ത്രം മേടിക്കുമ്പോൾ നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, നമ്മൾ ഓരോ മരുന്ന് മേടിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ശതമാനം, ഇത്ര ശതമാനം നമ്മൾ ഗവൺമെന്റിന് നികുതി കൊടുക്കുന്നുണ്ട്. നമ്മളൊരു വണ്ടി ഓടിക്കുന്നു, ഒരു ടാക്സി ഓടിക്കുന്നവനറിയാം, ഒരു ടാക്സി 1 കൊല്ലം ഓടിക്കണമെങ്കിൽ എത്ര രൂപ നികുതിയായിട്ട് സർക്കാരിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇൻഷുറൻസിന്റെ ഒരു വട്ടം, പിന്നെ വണ്ടിയുടെ നികുതി, മറ്റേ നികുതി, മറിച്ച നികുതി ഇല്ല. നിങ്ങൾക്ക് ഒരു ഡ്രൈവർക്ക് ക്ലിയർ ആയിട്ടറിയാം എന്തുമാത്രം കാശാണ് ഒരു പെട്ടിയോട്ടക്കാരന്റെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് മേടിക്കുന്നത്. ഒരു പെട്ടിയോട്ടം ഓടിച്ച് ജീവിക്കുന്ന ഒരുത്തൻ 1 കൊല്ലം ഏറ്റവും കുറഞ്ഞ ഒരു 10-60,000 രൂപ ഗവൺമെന്റിന് നികുതി കൊടുക്കും. ഇല്ലേ? ഒരു പെട്ടിയോട്ടം ഓടിക്കുന്നതോട് ചോദിച്ചു ഒരു 60,000 രൂപയുടെ മുകളിൽ നികുതി കൊടുക്കും. ഒരു ബസ്സിന്റെ ഓണർ എന്തുമാത്രം രൂപ നികുതി കൊടുക്കുന്നുണ്ട് ഗവൺമെന്റിന്? ഒരു ടൂറിസ്റ്റ് ബസിന്റെ ഡ്രൈവർ എന്തുമാത്രം നികുതി കൊടുക്കുന്നുണ്ട്? ഇപ്പൊ അംബാനിയെ പോലുള്ള ബിസിനസ്സുകാർ എത്ര കോടിയാണ് ഗവൺമെന്റിലേക്ക് നികുതി കൊടുക്കുന്നത്? അതൊക്കെ സക്കാത്ത് തന്നെയാണ്. സക്കാത്തിന്റെ 1000 ഇരട്ടിയാണ് അവർ കൊടുക്കുന്നത്. നിങ്ങൾ ഈ 1000-നെ ഈ 2.5% നിങ്ങൾ വലിയ സംഭവമായിട്ട് കൊണ്ടുവരുമ്പോൾ എന്റെ ഈ സുപ്രഭാതിനെയും ഈ ഗുഡ്രിക്കിനെയും ഒക്കെ പോലുള്ള ആൾക്കാർ, ബൈക്കിനെ പോലെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പട്ടിണി പാവങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ആരും അംബാനിമാരില്ല. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളൊന്നും അംബാനിമാരില്ല. ഞങ്ങളൊക്കെ പട്ടിണി പാവങ്ങളാണ്. എല്ലാവരും അന്നന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നവർ. പക്ഷെ ഞങ്ങൾ 1 കൊല്ലം കൊടുക്കുന്ന നികുതി, ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന നികുതി നിങ്ങളുടെ ഈ 2.5%-ന്റെ 100 ഇരട്ടിയുണ്ട് ഇസ്ലാമിക പൊട്ടന്മാരെ. മനസ്സിലായോ? നിങ്ങളത് പഠിക്കണം.
നിങ്ങൾ ഈ നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന നികുതിയും നിങ്ങളുടെ ഈ 2% സക്കാത്തും വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു നോക്ക്. ഇസ്ലാമിന്റെ ഈ സക്കാത്ത് എന്ന് പറയുന്നത് ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കൊടുക്കുന്ന നികുതി എന്താണ്? ഈ നികുതി നമ്മൾ കൊടുക്കുന്ന പാവങ്ങളിലേക്ക് പോവുകയാണ്. അതൊക്കെ നിങ്ങളെ സ്വർഗം പറയും. ഇപ്പൊ പറയാം. അപ്പൊ ഈ കൊടുക്കുന്ന ഈ നികുതി എന്ന് പറയുന്നത് എല്ലാം പാവങ്ങൾക്കാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് മെഡിക്കൽ കോളേജുകൾ, ദരിദ്രരായ ആൾക്കാർ മെഡിക്കൽ കോളേജ് വരുമ്പോൾ സൗജന്യ ചികിത്സ കൊടുക്കും. ഇതൊക്കെ നമ്മുടെ കാശാണ്, നമ്മുടെ നികുതിയാ, നമ്മുടെ സക്കാത്താ. പിന്നെ ഈ തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നു, തൊഴിലുറപ്പിന് കാശ് കൊടുക്കുന്നു, ഇല്ലേ? പിന്നെ വികലാംഗ പെൻഷൻ കൊടുക്കുന്നു, വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാർ കൊടുക്കുന്ന സക്കാത്ത് കൊണ്ടാണ് ഈ പാവങ്ങളിലേക്ക് പോകുന്നത്. മനസ്സിലായി? ഇതൊന്നും അറിയാൻ മേലാതെയാണ് ഈ തലോടിയെ പോലുള്ള മദ്രസ പൊട്ടന്മാർ ഇവിടെ വന്ന് സക്കാത്തിനെ വിളമ്പുന്നത്. ഞാനൊന്ന് പൊളിച്ചടുക്കി കൊടുത്തു ആ സാമ്പത്തിക സമ്പാദത്തിൽ വെച്ച്. അയാൾ ഓടുക ഇതെന്റെ മുമ്പിൽ നിന്നും. ആ സാമ്പത്തിക സമ്പാദം ഇപ്പൊ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് എടുത്താൽ ഒക്കെ അറിയാം. നാസർ കൊടിമരം സാമ്പത്തിക സമ്പാദം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, കിട്ടും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവരുടെ എല്ലാ യുക്തിപരമായ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് ഇവർക്ക് യുക്തിപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പൊ ഈ സ്വർഗത്തിന്റെ കാര്യം. ഇതാണ് ഈ നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത്, സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത് വെറും മണ്ടത്തരങ്ങൾ മാത്രമാണ്. ഖുർആൻ 78:33 പറയുന്ന 78:34 സ്വർഗത്തിൽ പോയി വന്ന ആളാ. അപ്പൊ ജുമായും കൂടെ കേൾക്കാൻ വേണ്ടിയാ പറയുന്നത്. ഈ 78:33-34 കവാഇബു അത്രാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂർത്ത മൂലയുള്ള തരുണീമണികളെ, സമപ്രായക്കാരായ തരുണീമണികളെ അവിടെ കിട്ടും. 78:33 ഖുർആൻ പറയുന്ന കവാഇബു അത്രാബ, അതായത് കൂർത്ത മുലയുള്ള സമപ്രായക്കാരായ മാദക തിടമ്പുകളെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. തൊട്ടടുത്ത ആയത്താണ് 78:34 പതഞ്ഞു പൊന്തുന്ന പാനപാത്രങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അതെന്താണ് പതഞ്ഞു പൊന്തുന്ന പാനപാത്രം എന്ന് പറയുന്നത്? എന്താണ്? ഷാമ്പയിനും വിസ്കിയും ബ്രാൻഡിയും ഒക്കെ നമ്മൾ ഗ്ലാസ്സിലേക്ക് കൊടുക്കുമ്പോൾ പതഞ്ഞു പൊങ്ങല്ലേ? ആ പാന കള്ളും പെണ്ണും തായ്ലൻഡിലും പട്ടായയിലും കസാക്കിസ്ഥാനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ബോംബെയിലും കൽക്കട്ടയിലെ ചുവന്ന തെരുവുകളിലും ഒക്കെ പോകുമ്പോ എന്ത് കിട്ടുന്നോ അതാണ് ഈ സ്വർഗത്തിൽ അള്ളാഹ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ആയത്തിലൂടെ 78:33-34 പറഞ്ഞിരിക്കുന്നത്. അത് എന്ത് ക്ലിയർ ആയിട്ട് പറയുന്നത്? കൂർത്ത മുലയുള്ള തരുണീമണി, ഉടഞ്ഞ മുലയല്ല എന്ന്. ഉടഞ്ഞ മുലയൊന്നുമല്ല, നിങ്ങൾ പേടിക്കേണ്ട. തൂങ്ങിക്കിടക്കുന്ന മുലയല്ല. ചിലപ്പോൾ നമ്മുടെ ഭാര്യമാരെയൊക്കെ തൂങ്ങിക്കിടക്കുന്ന മുലയായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹ് അങ്ങനെ പറഞ്ഞത് കൂർത്ത മുലയുള്ള തരുണീമണികളെ കിട്ടും. പക്ഷേ ലിംഗസമത്വം ഇവിടെ ഇവര് പറയുന്നുള്ള സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്ന മതമാണ് ഞങ്ങളുടേതെന്ന്. എന്നാൽ ഖുർആൻ ഇങ്ങനെ ഒരു ആയത്ത് കാണിച്ചു തരാമോ? വളയാത്ത ലിംഗമുള്ള സിസ്തുബായിക്കുള്ള നല്ല മസിലുകളുള്ള പുരുഷന്മാരെ നിങ്ങൾക്ക് അവിടെ കിട്ടും. സ്ത്രീകളെ പതഞ്ഞു പൊന്തുന്ന ബിയറുകളും പാനീയങ്ങളും അതിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും സ്ത്രീകളെ എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ ഒരു ആയത്തുണ്ടോ ഖുർആൻ? ഇല്ല. അപ്പൊ സ്ത്രീകൾ എന്താണ്? ലൈംഗിക വസ്തുക്കൾ. സ്ത്രീകൾ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വെറും ലൈംഗിക വസ്തുക്കളാണ്. ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിഭാഗം, അതാണ് സ്ത്രീകൾ. അതുകൊണ്ടല്ലേ ഇവര് പറഞ്ഞ് മൊത്തം ചാക്കി കെട്ടുന്നതാണ്. അവരെ കറുത്ത ചാക്കി കെട്ടി കണ്ണുപോലും കാണിക്കാതെ കൊണ്ടു നടക്കുന്ന എന്താ? സ്ത്രീ എന്ന് പറയുന്ന അവരുടെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ ഫേസും മുഖവും കണ്ണും മൂക്കും എല്ലാം ലൈംഗിക വസ്തുവാണ്. എല്ലാം ലൈംഗികത ഉത്തേജിപ്പിക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് ഒന്നും കാണിക്കരുത്, പുറത്ത് കാണിക്കരുത്. ഒന്നും പുറത്ത് കാണിക്കാതെ പിന്നെ ബെഡ്റൂമിൽ കൊണ്ടുപോകുമ്പോൾ എല്ലാം അടിച്ചിടുക, പുരുഷൻ ആസ്വദിക്കാം. ഇതാണ് ഒരു ലൈംഗിക വസ്തു എന്നാണ് സ്ത്രീയെ ഇവർ കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാരണങ്ങളോട് നിർത്താൻ പറഞ്ഞ നിങ്ങൾ നിർത്തിയില്ല. സ്വർഗത്തിൽ പോയി വന്ന ആളെ പോയത് ഇവിടുന്ന് ഓടിയത്. അത് കിട്ടും, ഇത് കിട്ടും, പുരുഷന്മാർക്ക് അത് കിട്ടും, ഇത് കിട്ടും എന്ന് പറയുന്നതല്ല. സ്ത്രീക്ക് എന്തെങ്കിലും കിട്ടുന്നതായിട്ട് ഖുർആൻ പറയുന്നുണ്ടോ? ഹദീസുകളിൽ പറയുന്നുണ്ടോ? ഇല്ല. ഇതിൽ ഇവിടെ തന്നെ ഒരു ഉദാഹരണമാണ്. പുരുഷന്മാർക്ക് 4 ഭാര്യമാരെ ഒരേ സമയം ഉപയോഗിക്കാം. ഇസ്ലാമിക പുരുഷന്മാർക്ക് അതേപോലെ എത്ര വേണമെങ്കിലും അടിമ സ്ത്രീകളെ ഉപയോഗിക്കാം. എത്ര വേണമെങ്കിലും അടിമ സ്ത്രീ ഞാൻ മറന്നുപോയി. ഐമാമലക്കത്ത് ഐമാനുഹും അസ്വാജുഹും ഐമാമലക്കത്ത് ഐമാനുഹും എന്നാ ഖുർആൻ. നിങ്ങളുടെ ഇണകളും നിങ്ങൾ ഒരു സെക്കൻഡ് നിങ്ങളുടെ ഇണകളും നിങ്ങൾ വില കൊടുത്തു വാങ്ങിയ അടിമ സ്ത്രീകളും. അതായത് പുരുഷന്മാർക്ക് ഭാര്യമാരെ ഉപയോഗിക്കാം, അടിമ സ്ത്രീകളെ ഉപയോഗിക്കാം, ഇഷ്ടം പോലെ എന്ത് വേണേ ചെയ്യാം. പക്ഷെ സ്ത്രീകൾക്ക് ഇതൊന്നും പാടില്ല. സ്ത്രീകൾക്ക് ഒരു പുരുഷൻ മാത്രം. സ്ത്രീകൾ ഒരു പുരുഷനുമായിട്ട് മാത്രമേ ലൈംഗികമായിട്ട് ബന്ധപ്പെടാവുള്ളൂ, വേറെ ഒന്നും പാടില്ല. പക്ഷെ പുരുഷന്മാർക്കോ 4 സ്ത്രീകൾ 4 ഭാര്യമാർ ഒരേ സമയത്ത് ഓക്കെ. എത്ര വേണമെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അടിമ സ്ത്രീകൾ ഓക്കെ.
എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഭാര്യമാർക്കോ പെണ്ണുങ്ങൾക്കോ ഇതൊന്നും പാടില്ല. അപ്പൊ ഈ മതത്തിൽ എവിടെയാണ് സ്ത്രീ സ്വാതന്ത്ര്യമുള്ളത്? ഈ മതത്തിൽ എവിടെയാണ്? ഖുർആൻ 2:221 പറയുന്ന നിസാഉക്കും ഹർഷുല്ലുക്കും ഫഊതു ഹർഷുക്കും അന്നാഷിഅ്തും. അതിന്റെ അർത്ഥം പുരുഷന്മാരെ നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിത്തോട്ടങ്ങളാവുന്നു. ആ കൃഷിത്തോട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കടന്നു ചെന്നുകൊള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുമ്പോൾ എം.എം. അക്ബറിനെ പോലെ ഒരു സെക്കൻഡ് ഒന്ന് എപ്പോൾ നിർത്തിയേക്കാം. ഇത് ഈ ആയത്തിന് ഈ എം.എം. അക്ബറിനെ പോലുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ ചമയ്ക്കാറുണ്ട്. അതായത് സ്ത്രീകളെ വളരെ മഹനീയമായിട്ട് കാണുന്ന ഒരായത്താണിത്. അതായത് നമ്മളൊരു കൃഷിത്തോട്ടം എത്ര ഭംഗിയായിട്ടാണ് പരിപാലിക്കുന്നത്. ഒരു മുന്തിരി വിളയുമ്പോൾ നമ്മൾ എന്തുമാത്രം പാടുപെടുന്നു. ഒരു ആപ്പിൾ വിളയുമ്പോൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, അതിന് തണലേകുന്നു. ഇതുകൊണ്ടൊക്കെ എങ്ങനെ ഒരു കൃഷിത്തോട്ടത്തെ നമ്മൾ പരിപാലിക്കുന്നു ആ രീതിയിൽ നമ്മുടെ ഭാര്യമാരെ പരിപാലിക്കണം എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് എം.എം. അക്ബർ കൂട്ടാളികൾ ഇവിടെ കിടന്ന് തള്ളാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷെ ഈ കൃഷിത്തോട്ടം പാട്ടത്തിന് കൊടുക്കാം, ഈ കൃഷിത്തോട്ടം നമുക്ക് വിൽക്കാം. വൈക്ക സുപ്രഭാതം ഒന്നും കൂടെ ക്ലിയർ ആയിക്കോട്ടെ. ഈ കൃഷിത്തോട്ടം നമുക്ക് പാട്ടത്തിന് കൊടുക്കാം. ഒന്ന് സുപ്രഭാതം നിർത്തുക. ഈ കൃഷിത്തോട്ടം നമുക്ക് പാട്ടത്തിന് കൊടുക്കാം, ഈ കൃഷിത്തോട്ടം നമുക്ക് വിൽക്കാം. അപ്പൊ ഇത് അന്യന്റെ ആയില്ലേ? അന്യനെ കൊണ്ട് ഉപയോഗിപ്പിക്കാൻ മേലെ അതല്ലേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? സ്വന്തം സ്ത്രീയെ കൃഷിത്തോട്ടം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ, ഇഷ്ടമുള്ള പോലെ കടന്നു. അപ്പൊ ആ കൃഷിത്തോട്ടം നമ്മൾ വിറ്റാലോ? അന്യൻ നമ്മുടെ സ്ത്രീകളെ പണിയല്ലേ? ആ കൃഷിത്തോട്ടം നമ്മൾ പാട്ടത്തിന് കൊടുത്താലോ? നമ്മുടെ സ്ത്രീകളെ അന്യന് വാടകയ്ക്ക് കൊടുക്കുകയല്ലേ? ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സംസാരിക്കാൻ ഒരുപാടുണ്ടായിരുന്നു, നിർത്തുന്നു. സംസാരിക്കാൻ പോയില്ലേ? മറ്റാള് സ്വർഗത്തിൽ നേരിട്ട് പോയി വന്നാണ് ജുമ, അറിയോ? അയാളാണ് നിങ്ങൾ ഓടിച്ചു വിടുന്നത്.